ഉരുൾപൊട്ടിയതോടെ മുണ്ടക്കയിലേക്കുള്ള സ്റ്റേ സർവീസും ഇനിയില്ല. പതിവായി ഇതേ റൂട്ടിൽ മുണ്ടക്കയിൽ ഒരുപാട് നാൾ സർവീസിനൊപ്പം പോയിരുന്ന കണ്ടക്ടറുണ്ട് ഇന്ന് കണ്ണീർ ടിക്കറ്റുകളുമായി. കയറി അന്ന് തൊട്ടിട്ട് ഒരുപാട് കാലം ഈ ഒരു റൂട്ടിൽ സർവീസ് നടത്തിയ കണ്ടക്ടറാണ്. ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാൾ. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കൺസെഷൻ ഉപയോഗിക്കുന്നത്, കാരണം ഇവിടുത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളാണ്. അവർക്ക് ദിവസം ഇവിടെ നിന്ന് ഒരു 60 രൂപയൊക്കെ കൊടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ KSRTC കൺസെഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും യാത്ര ചെയ്തിരുന്നത്. അതിലൊരുപാട് കുട്ടികൾ, എനിക്ക് ഏറ്റവും ഹൃദയഭേദകമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിജിന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു മുണ്ടക്കയിൽ. അവളൊരു BEd കഴിഞ്ഞ കുട്ടിയാണ്. അത് പാവപ്പെട്ട അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ച് അവരെ BEd വരെ ആക്കി. അവളെന്തോ താൽക്കാലികമായിട്ട് എവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് അവളുടെ അച്ഛൻ, അമ്മ, അവൾ ആകെ അവശേഷിച്ചത് അവൻ്റെ ആങ്ങള ഒരാൾ മാത്രമാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പം അവരെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യാത്രയിൽ അങ്ങനെയുള്ള ഒരുപാട്